അല്ല, നീയാണോടെ ഈ ചക്രവാണി? ഞാൻ വിചാരിച്ച്. ശബ്ദിക്കരുത്, അദ്ദേഹം അകത്ത് പൂജയിലാണ്. ആര്? ചക്രവാണി അദ്ദേഹം. അല്ല, അപ്പൊ നീ അല്ലയോടെ ഈ ചക്രവാണി? കൈ ചക്രമില്ലാത്ത ഞാൻ എങ്ങനെ ചക്രവാണിയാകും? ഞാൻ ആര്, അദ്ദേഹം ആര്? അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ധന്യനാവാൻ ശ്രമിക്കുന്ന ഒരു ശിഷ്യൻ മാത്രം. നീയാളെ ഒതുക്കി കിടന്നോ? ആട്ടെ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ. അപ്പോയിന്റ് ഓയിന്റ്മെന്റ് വാങ്ങണം. അത് വാങ്ങാം, മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ടാവുമല്ലോ. ഈ പെൻസിൽ ഓയിന്റ്മെന്റ് പോലത്തെ അല്ലേ ഇത്? അതല്ല, മുൻകൂട്ടി കാണാനുള്ള അനുവാദം. അപ്പോയിന്റ് ഓയിന്റ്മെന്റ്. എന്നാലേ നീ തന്നെ ഒന്ന് വാങ്ങിത്താ. അത് വാങ്ങാനൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എടപ്പള്ളി ചേട്ടന് അത് തരുന്നു. എന്തോന്ന്? അപ്പോയിന്റ് ഓയിന്റ്മെന്റ്. നാളെ കാലത്ത് 10 മണിക്ക്. ശരി, അപ്പൊ ഞാൻ പോയിട്ട് നാളെ കാലത്ത് 10 മണിക്ക് വരാം. അപ്പോഴേ നിന്റെ കൂട്ട് അലവലാതി കേസൊന്നും അല്ലല്ലോ അങ്ങേര്. അത് നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാ മതി. ശരി, ഞാൻ പോയിട്ട് വരാം. അപ്പോഴേ നാളെ കാലത്ത് 10 മണിക്ക് അപ്പോയിന്റ് ഓയിന്റ്മെന്റ് വേണ്ടേ? പോകോ പോകോ. അണ്ണാ അണ്ണാ അണ്ണാ, ഒരു ഇര വലയെ കുടുങ്ങി. ആരാ? ആ ചായക്കടക്കാരൻ ഗോവിന്ദൻ നായർ. നാളെ രാവിലെ 10 മണിക്ക് വരും. നീ ചെന്ന് അയാളെ പറ്റിയുള്ള എല്ലാ വിവരവും ശേഖരിച്ചിട്ട് വാ. ഞാനല്ല ഡയറി തപ്പി എടുത്തോണ്ട് വരാം. ഇവൻ ആരടാ? അയാളുടെ ഡയറിയിൽ വെറും ചായപ്പറ്റേ കാണത്തുള്ളൂ. എടാ, എല്ലാവരും ഡയറി എഴുതുന്ന സ്വഭാവക്കാരോടാ മരമണ്ട. എഴുതുന്നവരെ ഒതുക്കുക. എന്റെ കബഡി തവിട് പൊടിയാകും. തടി കേടാവുന്ന ഏർപ്പാടാണ്. അയ്യോടാ, കേടുവരാത്തൊരു തടി കണ്ടില്ലേ എന്റെ അപ്പോ? 10 കാശ് ഉണ്ടാക്കിയിട്ട് വേണം ഈ തടിയുടെ കേട് തീർത്തുനിന്ന് പോളിഷ് ചെയ്യാൻ. നമ്മൾ രണ്ടുപേരും കൂടി ഒത്തു നിന്നാൽ നാട്ടുകാരെ പറ്റിച്ച് നമുക്ക് 10 കാശുണ്ടാക്കാം. അതുകൊണ്ട് നീ ഉടനെ പോയി എല്ലാ വിവരവും അറിഞ്ഞിട്ട് പോവാ. അതൊക്കെ കാണാതെ ഞാൻ കാണാപ്പാടം പഠിച്ചോളാം. ബാക്കി കാര്യം ഞാൻ ഗുഡ് നൈറ്റ്, സിറ്റ് ഡൗൺ. ഞാൻ കഴിക്കില്ല. കമ്മിറ്റ്മെന്റ്സ് നിർബന്ധിച്ച നീയും കള്ളെ ഞാനും കള്ളെ. ഈ അടിയിൽ കൂടുള്ള പണി വായിച്ചിട്ട് നേരെ വാ, നേരെ പോ. ശരി, എന്നാ നേരെ പറയാം. ആ ഗോവിന്ദ പിള്ളയുടെ മോടെ കല്യാണത്തിന് ജാതകം ചേർക്കാൻ പ്രൊഫസർ ചക്രപാണി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. നമ്മുടെ ചക്രപാണി ആശാൻ പാർട്ടി നമ്മുടെ ആളാണ്. അതുകൊണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഡീറ്റെയിൽസ് അറിയണമെങ്കില് വായില് നാവ് അനങ്ങണം. നാവ് അനങ്ങണമെങ്കില് വയറ്റിലോട്ട് വല്ലതും ചെല്ലണം. വയറ്റിലോട്ട് വല്ലതും ചെല്ലണമെങ്കില് ചിക്കിലി വേണം. എടാ കള്ള മുടിമെടുക്ക, നീ വമ്പൻ തന്നെടാ. വളവള വർത്താനം പറ, കാര്യം പറ. എന്നാലേ ഒരു 100 കൂടി മേടിച്ചു. 100 രൂപ? ആർക്ക് വേണം നിന്റെ 100 ഉലുവ? ഒരു 100 മില്ലി കൂടി മേടിച്ചു. ഗോവിന്ദപ്പിള്ളയുടെ വേൾഡ് ഹിസ്റ്ററി മണി പോലെ ഞാൻ പറഞ്ഞുതരാം. ദൈ രാജാവേ. ഏറ്റി പോകല്ല രാജാ, പോക. ഇതാണ് പ്രസിദ്ധ സംഗീത സംവിധാനം ജിതിൻ ലാൽ മദൻ ലാൽ. രണ്ടുപേരാൾ തന്നെ. നമസ്കാരം. വേണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി, ശാലിനി. എന്റെ സംഗീതത്തെ കുറിച്ചുള്ള മിനിമം ജ്ഞാനം വെച്ചുകൊണ്ട് ഞാൻ ആധികാരികമായി പറയുന്നു, ഷീസ് എ ഗുഡ് സിംഗർ. അതെ, പാട്ട് കേട്ടിട്ട് ഞാൻ തീരുമാനിക്കും. ശാലിനി ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? ഒരു 2.5 കട്ടക്കൊക്കെ ശബ്ദം ഇടാതെ പാടാൻ പറ്റുമോ? അങ്ങനെ ശാസ്ത്രീയമായി ശ്രമിച്ചിട്ടില്ല. പാടുമ്പോൾ ആരോഹണത്തിൽ വെള്ളിയും അവരോഹണത്തിൽ കാറ്റും വരാറുണ്ടോ? വരട്ടല്ലേ, പാടിച്ചു നോക്കി ഇഷ്ടമുണ്ടെങ്കിൽ ഒരു പാട്ട് കൊടുത്താൽ മതി. അല്ല നിന്റെ ജ്ഞാനപാഠം കാണിച്ച് വരട്ടല്ലേ. അല്ല, യെസ്, ജിതിൻ സ്പീക്കിംഗ്. എന്ത്? ജാനുവും മാനിയും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ സൗകര്യത്തിന് റെക്കോർഡിങ്ങിന് വരാൻ പറ്റുമെങ്കിൽ അവർ പാടിയാൽ മതി. എന്ത്? കൃഷ്ണദാസന്റെ കമ്പനിക്ക് കാസറ്റ് കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല, എന്റെ പാട്ട് കിട്ടില്ല. സൗകര്യം ഉണ്ടോ പാടിയാൽ മതി എന്നോട് പറഞ്ഞുതരും. അല്ലെങ്കിൽ ഞാൻ പുതിയ പിള്ളേരെ കൊണ്ട് പാടിച്ച് ഞാൻ പാട്ട് ഹിറ്റാക്കും. എനിക്കറിയാം പാട്ട് ഹിറ്റാക്കാൻ. ഓക്കെ, ഞാൻ വന്നേക്കാം. ഓക്കെ. ഇന്ന് ഞാൻ അല്പം ബിസിയാണ്. നാളെ വരും. കുട്ടിയുടെ പാട്ട് എനിക്കൊന്ന് വിശദീകരിച്ച് കേൾക്കണം. അല്ല, ഇങ്ങനെ സ്ഥിരമായിട്ട് നടത്തിക്കാനുള്ള പരിപാടിയാണോ? ഇല്ലടേ, നാളെ ശരിയാക്കാം.
ധൈര്യമായിട്ട് പോകാമല്ലോ. ധൈര്യമായിട്ട് പോകും. ശ്യാമ, ഏതാ കേസ്? ചുമ്മാ ശരീരം മോശമല്ല, ശാരീരം അല്പം മോശമാണെങ്കിലും ഞാൻ പരിഗണിക്കാം. ഞാൻ ശ്രമിക്കണം. ഇപ്പൊ പറഞ്ഞിരിക്കരുത്, മേലാൽ ആവർത്തിക്കരുത്. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ. നീ ഒരുമാതിരി ബെല്ലും ബ്രേക്കും ഇല്ലാന്ന് പെരുമാറിക്കളെ. ഇതൊക്കെ നേരത്തെ എഴുന്നള്ളിക്കണ്ടേ? എന്നാ ഇനി പേടിക്കണ്ട. നാളെ പെങ്ങളെയും കൂടെ അയച്ചോണ്ടാ മതി. അവളെ പാട്ടുകാരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വരുന്നുണ്ട്, പുതിയ പാർട്ടി ആയിരിക്കും. കൊറേ ദിവസമായിട്ട് ഞാൻ നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക. നീയോ കഞ്ഞി? കഞ്ഞിയല്ലടാ കുഞ്ഞി. നീ എന്തിന് അനുവാദമില്ലാതെ ഈ പവിത്രമായ പർണശാലയ്ക്കുള്ളിൽ കടന്നു വന്നു? ഇന്നേ എന്റെ തത്തമ്മ കുത്തിയെടുത്തത് ഒരു ഹനുമാന്റെ പടമായിരുന്നു, ലങ്കാദഹനം. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. ആരെവിടെ? എന്താണിവിടെ ഒരു സ്ത്രീ ശബ്ദ ബഹളം? അവരെ ഉടനെ ബാഹ്യസ്ഥലെ പോകസ്ഥലോ. സ്ത്രീയെ, നിന്നോട് ഉടനെ പുറത്തു പോകുവാൻ അദ്ദേഹം പറയുന്നു. നിങ്ങളുടെ തട്ടിപ്പും പറ്റിപ്പും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? കൂടാത്തത്തിന്റെ പേരും പറഞ്ഞ് ആ പാവപ്പെട്ട ചായക്കടക്കാരൻ ഗോവന്നരെ നിങ്ങൾ പറ്റിച്ചില്ലടാ. ഞങ്ങൾ പറ്റിച്ചതല്ല, അയാൾ പറ്റിയതാണ്. പിന്നെ ആ ശങ്കുണ്ണിപ്പിള്ളയുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചതും അയാളുടെ വേലക്കാരനെ ചാക്കിട്ട് പിടിച്ച് അയാളുടെ ഡയറി തട്ടിയെടുത്തത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? അയ്യോ, ഡയറി തട്ടിയെടുത്തതല്ല, തട്ടപ്പെട്ടതാണ്. അതെങ്ങനെ നീ അറിഞ്ഞ്? ഞാൻ അന്വേഷിച്ചറിഞ്ഞു. നീ അന്വേഷിച്ചറിഞ്ഞല്ല, നിന്റെ ചാവാലി തത്ത പറഞ്ഞതായിരുന്നു. ആ തത്തസ്യ വിഷാംശം സേവരെ അനസ്തേഷ്യക്കരോ. ആ തത്തയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലുമെന്ന് യവൻ അല്ല ഗുരു പറയുന്നു. എടാ, എന്റെ തത്തയ്ക്കല്ല വിഷം കൊടുക്കേണ്ടത്, നിന്റെ തന്തയ്ക്കാണ് വിഷം കൊടുക്കേണ്ടത്. രണ്ടും ഞാൻ അരിഞ്ഞു. കുഞ്ഞി ബഹളം വെക്കല്ലേ, ഞങ്ങളുടെ നല്ല പേര് കളയല്ലേ. നല്ല പേരോ നിങ്ങൾക്കോ? ആ ശങ്കുണ്ണി മുതലാളി ഇവിടെ വരുത്തി അയാളെ പറ്റിച്ച 1000 രൂപ വാങ്ങിച്ചില്ലേ? അത് ഞങ്ങളുടെ ആവശ്യത്തിനാണ്. അതിലെനിക്ക് പാതി തരണം. അതവിടെ മനസ്തേഷ്യ ഇരിസ്തേഷ്യ. അത് മനസ്സിലിരിക്കട്ടെ. ഗുരുവിനെ ശിഷ്യനെ ഞാൻ ഒന്നിച്ച് കമ്മിണിക്കും. ശങ്കുണ്ണിപ്പിള്ളയോട് പറയും, ശങ്കുണ്ണിപ്പിള്ള പോലീസിനോട് പറയും. പൊന്നു കുഞ്ഞി, ഞാൻ തരാം 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 തരാം. പക്ഷെ പാതി തന്നെ വേണോ? ഒരു വിട്ടുവീഴ്ച. ഞാൻ പോലീസിൽ പറയും, പോലീസ് നിങ്ങളെ പിടിക്കും. പോലീസ് പാതിപ്പണം കൊടുസ്തേഷ്യ. പാതി പണം തരാൻ നിന്റെ ഗുരു പറയുന്നു. താൻ എന്ത് ഉദ്ദേശിച്ചോണ്ടോ പാതി പണം കൊടുക്കാൻ പറയുന്നേ? നാശത്തെ ഒഴിച്ചു വിട സ്ത്രീ. ഇത് ഒയ്യാ പാതേ സ്ത്രീ. കാശെടുക്കില്ല. കാശ് എടുക്കാനാ പറഞ്ഞു. കാശ് തരൂല. പാതി പണം തരാൻ പറ. ഞാൻ കൊടുക്കാന്ന് ഞാൻ കൊണ്ടുപോയി. ഒരു കാര്യം ഉണ്ടോ? ആ കാശ് മുഴുവൻ എടുക്കാൻ പോലെ തനിക്ക് ഇവിടെ നിന്ന് ഉരുട്ടിക്കൊണ്ടിരുന്നാ മതി. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടാണെന്ന് അറിയാം ഇവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് വരുന്നത്. നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ലേ നീ ഇതെല്ലാം അറിഞ്ഞോണ്ട് വരുന്നത്. നീ ഒരുത്തം കാലം പത്തേകാലി ഇവിടെ വന്നത് അറിയാവോ? നീ കമ്പി എണ്ണും. ഞാൻ കമ്പി എണ്ണിയാ നീ എണ്ണു അറിയോ? എടാ, എടപ്പള്ളി കുറുപ്പാണിത്. എടപ്പള്ളി പള്ളി. എടപ്പള്ളി. നിന്റെ ഈ തലയിൽ ഞാൻ പള്ളി പണി അറിയാവോ നിനക്ക്? പണി ശങ്കരപാണി, നിന്റെ തല ഞാൻ ചക്രം കെട്ടിക്കൊല്ലും അറിയോ? നീ നല്ല പുറത്തോട്ടിറങ്ങ്. നിന്റെ ഭൂതം ഭാവി വർത്തമാനമല്ല ഞാൻ അവിയല് വരുവാക്കും അറിയോ? നീ പുറത്തോട്ടിറങ്ങടാ. അറിയാം നിന്റെ